ഛത്തീസ്ഗഡിലെ എയർപോർട്ടിലിറങ്ങി ടാക്സി പിടിച്ച് ഷിംലയിലെ ഹോട്ടലിലെത്തിയ ശേഷം പുലർച്ചയ്ക്ക് അല്പനേരം വിശ്രമിച്ച് അല്പനേരം വൈകുന്നേരം വരെ ആയി ഒരു 3 മണിയോടുകൂടി നമ്മൾ ഷിംലയുടെ അടുത്തുള്ള ഭാഗങ്ങളെല്ലാം കാണാനായി യാത്രയായി. ആ യാത്രയിലെ ഡ്രൈവറോടൊപ്പം നമ്മൾ ആദ്യമായി പോയത് അവിടുത്തെ ബേർഡ് പാർക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് സെർച്ച് ചെയ്ത് പോയത്. ആക്ച്വലി ബേർഡ് പാർക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നും നമുക്ക് കോഴിക്കോടാണോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ബേർഡ് പാർക്കും സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടിയുള്ള ഒരു സംഗമ സ്ഥലമാണ് അവിടെയുള്ളത്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സംഭവം. പാറകളെ കൊണ്ട് കെട്ടിയിട്ട് ഒരു നല്ല രസമുണ്ട്. കെട്ടിടങ്ങളെ നമ്മളിങ്ങനെ നടക്കണം അനുശോചിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കെട്ടിടമാണ് ഈ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇത് സംഭവങ്ങളൊന്നും നമ്മൾ ആദ്യം സെർച്ചൊന്നും ചെയ്തില്ല. ജസ്റ്റ് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് വന്നത്. ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്താ പറയുക, ഒരു മലയടിവാരത്തിലായതുകൊണ്ട് തന്നെ നടക്കുന്ന രീതിയിൽ ഇങ്ങനെ റോഡിലൂടെ നടക്കണം, എന്നിട്ട് മുകളിലോട്ട് പോകണം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മലയടിവാരത്തിലൊക്കെ വീടിങ്ങനെ അടുക്കി വെച്ച പോലെ കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ കുറേ ദൂരം മഞ്ഞ് കാണുന്നുണ്ട്. പക്ഷെ അത്ര അങ്ങോട്ട് പോരാ. പിന്നെ മരങ്ങളൊക്കെ അടിപൊളി, ഒരു വ്യത്യസ്തമായ തന്നെയുള്ള സംഭവമാണ്. റോഡ് അടിപൊളിയായിട്ടുണ്ട്, സൈഡൊക്കെ അടിപൊളിയായി കെട്ടിയിട്ടുണ്ട്, മരങ്ങളുണ്ട്, ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി. മൊത്തത്തിൽ നല്ല പ്രകൃതി രമണീയമായ ശ്വസിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലം. ഡയറക്ടേഴ്സ് റെസിഡൻസ് ആണ്. ഇതിൽ കൂടെ ഇങ്ങനെ പോകണം. അങ്ങേക്ക് കാറൊക്കെ വരുന്നുണ്ട്. ടാക്സിൻ്റെ മേലേക്ക് വരുമായിരുന്നു പറഞ്ഞാണെങ്കിൽ വന്നേനെ. പ്രോഹിബിറ്റഡ് ഏരിയ, നമുക്ക് പോകാൻ പാടില്ല. നമുക്ക് പോകേണ്ടത് ഇതാണ്. സൂര്യനിങ്ങനെ താഴ്ന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 2-3 മണി സമയം. ഈ കാണുന്ന ലണ്ടൻ സ്റ്റൈൽ മാതൃകയിലുള്ള ബിൽഡിംഗ് വൈസ് റീഗൽ ലോഡ്ജ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ലോഡ്ജായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പഴയതും അത് പുതിയതാണോ അതോ ഇനി പുതുക്കി പണിയാണോ എന്താണെന്ന് അറിയില്ല. നമുക്ക് വിശദമായിട്ട് അവിടെ പോയി നോക്കാം. വെളിച്ചം ഇവിടെ നടിക്കുന്നത് ശരിയല്ല. ഇവിടെയാണ് ബ്രിട്ടീഷ് മോഡലിലുള്ള കെട്ടിടം. പൂന്തോട്ടമൊക്കെ ഉണ്ട്. ഇൻ ദ മെമ്മറീസ് ഓഫ് പ്രൊഫസർ പാപ്പിയ ഘോഷ് ഓഫ് പാട്ന യൂണിവേഴ്സിറ്റി ആൻഡ് ഫെലോ IIAS ടു സെലിബ്രേറ്റ് ഹിസ് ഫുൾഫില്ലിംഗ് ഇയേഴ്സ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങേര് ഇതിൽ ഫുൾഫിൽ ചെയ്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെയാണ്. കുറേ വെറൈറ്റി ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ അവിടെ ഡിസൈന് വേണ്ടി ഉണ്ടാക്കുന്ന ചെടി കുപ്പിക്കുക. അകവ എൻട്രി ടിക്കറ്റ് സുവനർ ഷോപ്പ്. എന്ത് ടിക്കറ്റ് എന്താണ്? ചെക്ക് ഇൻ കൗണ്ടറിൽ പോയിട്ട് ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞു. നോക്കുമ്പോൾ ഫുൾ ടൂറിന് നമുക്ക് സമയം അല്ല ടിക്കറ്റ് എടുത്തു. സമയം പ്രശ്നമായതുകൊണ്ട് നമ്മൾ ഔട്ട്സൈഡ് മാത്രം കാണാൻ വേണ്ടി 30 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത്. ഇതാണ് സൺസെറ്റ് വ്യൂ പോയിൻ്റ് ഒക്കെ ഉള്ളത്. ഇവിടെയാണ്. നമുക്ക് വണ്ടിയൊക്കെ വരുന്നുണ്ട്. ടിക്കറ്റൊക്കെ കയറി കളഞ്ഞു. ബാഹർദി ഈ കെട്ടിടം നല്ല രസമുണ്ടല്ലോ. ഇതെന്താ? ഇൻസ്റ്റിറ്റ്യൂട്ട് ബിഹൈൻഡ് ആർ അലൗഡ് എന്തൊക്കെയൊക്കെ ഉണ്ട് പോയിൻ്റ്. ഇതാണ് സൺസെറ്റ് വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. സംഭവമൊക്കെ കൊള്ളാം, നല്ലതാണ്. ഫോട്ടോ സെഷനൊക്കെ നടക്കുന്നുണ്ട്. ഒന്നുമില്ല, കെട്ടിടം കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ വൈസ് റീഗൽ ലോഡ്ജ്. ദേ സൺസെറ്റ് വ്യൂ പോയിൻ്റ്. സൂര്യൻ അവിടെ കിടക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. എന്ത് വ്യൂ ആണ് കാണുന്നത് അറിയില്ല.
മൊത്തത്തിൽ എന്തോ ഇംഗ്ലീഷുകാർ കെട്ടിയ അറബിക് സ്റ്റൈലിൽ കെട്ടിടമാണോ, നല്ല ലണ്ടൻ സ്റ്റൈലിൽ കെട്ടിടം പോലെയുണ്ട്. ഉള്ളിൽ ടൂറിന് പോകാൻ 100 രൂപയാണ് ടിക്കറ്റ്. പിന്നെ ടിക്കറ്റിൻ്റെ എല്ലാ പ്രശ്നം സമയം 4:30 ശേഷമേ ഉള്ളൂ. നമുക്കിങ്ങനെ പോകാൻ തോന്നും കേട്ടോ അതിൽ. ഉള്ളിലേക്ക് പോയാൽ അതാണ്. താഴെയല്ലേ നല്ല ചേറ് മറ്റേ നമ്മുടെ കല്ലൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ട് സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. യുവർ അണ്ടർ സർവൈലൻസാണ്. ഇതാണ് വ്യൂ പോയിൻ്റ് തോന്നുന്നതാണ്, സൺസെറ്റ് വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന വഴി. സംഭവം കൊള്ളാം. ഇതൊക്കെയാണ് കെട്ടിടം. ഇതാണ് സൈഡ്, ഇതാണ് പൂന്തോട്ടം. പൂവൊന്നും കാണാനില്ല, തോട്ടം സ്റ്റൈലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കഫേ ഉണ്ട്, സൺസെറ്റ്. പിന്നെ കഫേ സൂര്യൻ ഇങ്ങനെ താഴണതൊക്കെ കാണാം. അവിടെയാണ് സൂര്യൻ ഇങ്ങനെ താഴെ. ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് വേറൊന്നും കാണുന്നില്ല. ഇതെങ്ങനെ നടന്ന് നോക്കണം. കുറച്ചപ്പുറത്ത് ഗാർഡനൊക്കെ ഉണ്ട്. ഈ ഗാർഡൻ പലതരം പൂക്കളുണ്ട്. ചെടികൾ വേണമെങ്കിൽ വാങ്ങിയിട്ട് പോകാം. പക്ഷെ അസംബ്ലിയിൽ മാത്രമേ വളരെയുള്ളൂ എന്ന് തോന്നുന്നു. ആരോ പോയിട്ട് നമുക്ക് ബേർഡിൽ പോവാം. ഒന്നുമില്ല. ഇവിടെ എന്തൊക്കെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നോക്കിയതാ. സംഭവം ഒന്നും കാണാനൊന്നുമില്ല. ഇനിയിപ്പോൾ അവിടെ വെറുതെ ഒരു റോഡ് അങ്ങോട്ടും കൂടെ ഒക്കെ പോയിട്ടുണ്ട്. ഇത് വെറുതെ ഒരു ഗാർഡനാണ്. എന്തൊക്കെയോ പോകുന്നുണ്ട്. ലുപ്പിൻ വാടി ശോകമുഖമാണ് എല്ലാത്തിൻ്റെയും അവസ്ഥ. എന്താണോ, വെള്ളമില്ലാണ്ടാണോ മഴയില്ലാണ്ടാണോ അതവർ എല്ലാം വലിച്ച് പറിച്ച് കളഞ്ഞിട്ട് പുതിയത് വെക്കാനുള്ള. ഓക്ട്രിയ, ഇത് ഓക്ട്രിയ. ഓക്ട്രി പറയാറുണ്ട്. എന്താ ഇതിന്റെ പ്രത്യേകത? ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷ്. വായിക്കാനൊന്നും നമുക്ക് കിട്ടുന്നില്ല. പൂന്തോട്ടം. അത് റോസ് ഗാർഡനാണ്. റോസ് ഗാർഡനൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് റോസൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. സംഭവം മുഴുവൻ റോസാണ് കേട്ടോ. നമുക്കിപ്പോൾ ചെണ്ടുമല്ലിയും വാടാമല്ലിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെന്തോ ഒരു സ്റ്റാച്ചു ആണ്. സംഭവം വട്ടത്തിൽ റോസ് ഗാർഡനൊക്കെ ഉണ്ട്, പക്ഷെ റോസില്ല. നമ്മൾ റോസ് ഗാർഡനിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇപ്പോൾ പ്രത്യേകിച്ച് കാണാൻ മാത്രം എന്ന് പറഞ്ഞൊരു ഗാർഡൻ, നല്ല തണുപ്പുള്ള ഏരിയയിൽ നല്ലൊരു ഗാർഡൻ, പൂന്തോട്ടം. പക്ഷെ പൂവൊന്നുമില്ല. ഇതാണ് ഓക്ട്രി. എന്താണ് ഓക്ട്രി? ഓക്ട്രി അത്രയാണ്. പിന്നെ ചെങ്കല്ലും കൊണ്ടൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ റോസ് ഗാർഡന്. റോസൊക്കെ വരാനുള്ള സെറ്റപ്പ് ആവുന്നേ ഉള്ളൂ. ഫോട്ടോ സെഷൻസൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ.
പലരുടെയും പല രീതിയിലുള്ള പല സെക്ഷനിലുള്ള ഫോട്ടോസ്. ഇവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ട്, ഫൂൽ തോടുന്ന മനാഹെ, അതായത് ഡോ നോട്ട് പ്ലക്ക് ദ ഫ്ലവർ. ഫാമിലി. അപ്പോൾ ഇതാണ് ഗാർഡൻ്റെ ഒരു ലൊക്കേഷൻ. മൊത്തം മലനിര, അവിടെ മഞ്ഞൊക്കെ താന്നിട്ട് ഒന്നും കാണുന്നില്ല അപ്പുറത്തേക്ക് മല. പക്ഷികൾക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. സുബാബ് സർക്കാർ, ടാങ്ക് സുബാബ് സർക്കാർ. ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് വിശ്രമിക്കാൻ, തണുപ്പ് കൊള്ളാനും ചെറിയ ചൂട് കൊള്ളാനും പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ കെട്ടിടം, ലണ്ടൻ കെട്ടിടം പോലെയുള്ള കെട്ടിടം, സംഭവം കൊള്ളാം. ഹണിമൂൺ ട്രിപ്പിന് വരുന്നവർക്കൊക്കെ സമയം കളയാൻ ഉള്ള സ്ഥലം. കുറേ ഗാർഡൻ ഉണ്ട്. ഈ ഗാർഡനിലും ഏതൊക്കെയോ വെറൈറ്റി ഇതുണ്ട്. ഈ സമയത്ത് പൂവില്ലാത്തതുകൊണ്ട് 1-2 വയലറ്റ് പൂക്കളുണ്ട്. കോമൺ പ്രൈം റോസ്, പിന്നെ നമ്മുടെ കാശത്തുമ്പല്ലേ, ഇതിൻ്റെ എന്തൊരു പേര് ആവില്ല, പലതരം. ഇവിടെ വെട്ടി വൃത്തിയാക്കിയിട്ടൊരു ചെടിയൊക്കെ ഉണ്ട്, മരങ്ങളൊക്കെ ഉണ്ട്. ഒക്ട്രിയൊക്കെ ഉണക്കിപ്പോയ ഒക്ട്രി ഉണ്ട്. കെട്ടിടം ഇവിടെ നല്ല ആണ്. വിസിലടിച്ചപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഈ പുല്ലിൽ കയറാൻ പാടില്ല കേട്ടോ, വിസിലടിക്കും. ഈ പുല്ലിൽ പ്രവേശനം അനുവദിച്ചിട്ടില്ല. പിന്നെ കുറേ പേര് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ശരിയാണ്, ഫോട്ടോ എടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോ ഒന്നും താല്പര്യമില്ല. നല്ല രസമുണ്ട് മൊത്തത്തിൽ, പഴയ ആർക്കിടെക്റ്റ് ആയിട്ട്. ഇത് അഞ്ചു ഇതിൽ കൂടെ കയറിയിട്ട് അതിൽ വരണം. ഇതാണിപ്പോൾ പ്രതാപം നിറഞ്ഞ, എന്താ പറയുക, വൈസ്രീകൽ കെട്ടിടം. ഡു നോട്ട് പ്ലക്ക് ഫ്ലവർ. നല്ല രസമുള്ള ഫ്ലവറാണ്. ഇതൊക്കെ വരുന്നേ ഉള്ളൂ, എല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വരുമോ അത് മാർച്ച് ആകുമ്പോഴത്തേക്കും പൂക്കും തോന്നും. അങ്ങനെ നമ്മൾ യാത്രയായി. പഴയ വേരുകളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഭയങ്കര സെറ്റപ്പാണ്. കുരങ്ങുട്ടികളൊക്കെ ഉണ്ട്. കുറേ കുരങ്ങുട്ടികൾ, വെള്ളക്കുരങ്ങൾ. നമ്മൾ ഇതാണ് ഇപ്പോൾ കണ്ട സ്ഥലം. ഇനിയും കുറേ ഉണ്ട്. പക്ഷെ നമുക്കിങ്ങനെ പോവാം. ഇങ്ങനെ നടന്ന് ഇതേ പോയിട്ട് ഗേറ്റിൻ്റെ അടുത്ത് പോയിട്ടാണ് ബേർഡ് പാർക്കിലേക്ക് പോകുന്നത്. നല്ല മലം പ്രദേശം അതുകൊണ്ട് നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ക്ലൈമറ്റും കൊള്ളാം, നല്ലതാണ്. അവിടെ എന്തൊക്കെ കെട്ടിടമൊക്കെ ഉണ്ട്. വഴി വേറെ ഇതല്ലേ അപ്പോൾ വഴി സഞ്ജു? ഇത് തടിയനടി. സാധാരണ കുരങ്ങിനെ പോലെ അത് സിംഹ വാലിൽ നോക്ക്, നല്ല രസമുണ്ട്. നല്ല തടിച്ച് വണ്ണുള്ള കുരങ്കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഇതെവിടെയുണ്ട് വണ്ണം. പറ്റി നോക്കുന്നുണ്ട്.
വടി കൊണ്ട് അടിക്കാനൊന്നുമല്ല, പേടിക്കണ്ട. ആണെന്നാണ് നമ്മുടെ തോന്നിട്ട്. അതില്ല, അവിടെയല്ലേ ഗേറ്റ് ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കി. എനിക്കോ തേക്കാം. ആ വേറെ ഇതിൽ അടുത്ത്. അപ്പോൾ നമ്മൾ വീണ്ടും ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു ക്ലാസിക് ബുള്ളറ്റൊക്കെ നിൽക്കുന്നുണ്ട്. ആ ഹനുമാൻ്റെ പതോടൊക്കെ ഉണ്ടല്ലോ. കൊള്ളാലോ കെട്ടിടം. ചായക്കടയാണോ അറിയില്ല. അപ്പോൾ ബേർഡ് പാർക്ക് ഇതാ കാണുന്നതാണ് ബേർഡ് പാർക്ക്, ഹിമാലയൻ ബേർഡ് പാർക്ക്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി.